അപ്പൊ നമ്മള് റിട്ടേൺ പോണ് ഗൈസ്. കുറെ നേരമായി പോന്നിട്ട് 250 കിലോമീറ്റർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിയാണ്. എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഫുൾ കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് വ്ളോഗ് എടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ വിചാരിച്ചു. എത്ര ഉണ്ട്? ഇനി 1000 കിലോമീറ്റർ. ഇനി 1000 കിലോമീറ്റർ ഉണ്ട്. വഴിയിൽ പോകുന്നൊക്കെ കാണിച്ചു തരാമല്ലോ. പിന്നെ ഉറക്കം വരും. പക്ഷെ ഇത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിടാ. ആരെ കാണിച്ചു കൊടുക്കാം? നമ്മൾ ഞം വാങ്ങാൻ വേണ്ടി ഹൈമെത്തി. അവിടെ എൻ്റെ കണ്ണൊക്കെ കരഞ്ഞിട്ട് ഓക്കെ ഗൈസ്, ഞം വാങ്ങാൻ വേണ്ടി ഇറങ്ങി. സോഹാറിൻ്റെ ചെറുതത് മോരോ? ആ മോര് നല്ലോണം കിട്ടണേ. മോര് തണുപ്പ് പറ്റൂല, ഈ വിലക്ക് തണുപ്പാണ്. ഐ മീൻ സോറി, ജലദോഷാണ്. എന്നിട്ട് തണുപ്പ് കഴിക്കാൻ പോണെ സാധനം. എന്താണ് കയ്യില്? ഇങ്ങനെ നമ്മൾ ഇത്രയും വാങ്ങി. അതെ, നല്ല ടേസ്റ്റ് അല്ലേ ദുബായ് വെച്ച് നോക്കുമ്പോ? എന്താ അറിയില്ല, പ്രത്യേക ടേസ്റ്റ് സോഹാർ ചിപ്സിന് ഇവിടെ. നമ്മൾ ഇനി വേറെ റൂട്ടാണ് പിടിക്കാൻ പോണത്. ഹൈമ ടു ഹൈമയിൽ നമ്മൾ നിസ്വ വഴിയാണ് നമ്മൾ പോകാൻ പോണത്. അതിന് മുന്നേ ഉള്ള നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വഴി ഭയങ്കര മരുഭൂമി മാത്രമുള്ളതുകൊണ്ട് നമുക്ക് ബോറടി. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നല്ലേ, സോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിസ്വ വഴി പോകാമെന്ന് വിചാരിച്ചു, ടൗൺ വഴി. ഞം വാങ്ങി. അതിനകത്ത് കുറേ ഉണ്ടല്ലേ ഓറഞ്ച്. നിസ്വയിലോട്ട് ഇനി എത്ര ഉണ്ട്? 600 കിലോമീറ്റർ. ഡ്രൈവർ മാറി, അങ്ങനെ ഫവാസ്കായി. ഫർസിക മുന്നിലിരുന്നു. എന്നാ നിസ്വന്ന് ടോയ്ലറ്റിൽ പോവാ. ഇവിടെ അതല്ല നിസ്വ അവിടെ ലുലു ഓട്ടം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഹൈമ വിടുകയാണ്. ഞാൻ ഇപ്പഴാണ് ഓണായത്. ഇറങ്ങിയപ്പോ വ്ളോഗ് എടുക്കാൻ പറ്റി. ആള് ഭയങ്കര കരച്ചിലായിരുന്നു, സീനായിരുന്നു, നിങ്ങൾ കാണണായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു, പുറത്തോട്ട് മാത്രം നോക്കി. എത്ര ടിഷ്യൂ തീർന്നേന്നറിയോ കരഞ്ഞിട്ടില്ലേ? നീ കണ്ടില്ലേ? ഈ കരഞ്ഞില്ലേ? കരഞ്ഞില്ലേ? ഈ വീഡിയോ വരുന്നുണ്ടാവുക കുറെ കഴിഞ്ഞിട്ടായിരിക്കും. നമുക്കിനി പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 വരെ വരാനുണ്ട്. അതിന് സഹൽനത്തൊക്കെ പോയില്ലേ? മുഷ്കാക്ക് ഞാൻ പോയി. ഇത് ലാസ്റ്റ് ആയിരിക്കും. മൈ ഹസ്ബൻഡ് ഇവിടെ ഉറങ്ങുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഉറക്കം വരാണ്ടിരിക്കാൻ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ പൊതിച്ചോറ് കൊടുത്തയച്ചീനു. പേരറിയാത്ത ഏതൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞു. നേരെ നമ്മൾ നിസ്വക്ക് പോകുകയാണ്. എത്ര മണിക്കൂറുണ്ട് യൂണിവേഴ്സിക? 2 മണിക്കൂറോ? ഓക്കെ, 2 മണിക്കൂറുള്ളൂ. ഡ്രൈവർ ഉറക്കം വന്ന് ഡ്രൈവ് ചെയ്യുന്നു. ചോറ് തിന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കം എന്നാണെങ്കിൽ ഫർസിക്ക് ഓടിക്കോട്ടോ. തീരെ ഉറക്കം വരുന്നില്ല. ഞാൻ ഉറങ്ങുന്നോണ്ടാണ് ഫവാസ്കൊക്കെ ഉറക്കം വരുന്നത്. ഞാൻ അങ്ങനെ എടുക്കുന്നില്ല.
മനസുഖം. അപ്പോൾ 600 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇനി നമ്മൾ നിസ്വ എത്താന്. പിന്നെ സോറി നിസ്വയ്ക്ക് ഇനി 200 സംതിങ് കിലോമീറ്റർ. നമ്മൾ ഹത്തയിലോട്ടാണ് പോണത്, അല്ലൈൻ ബോർഡർ അല്ല. അപ്പോൾ നിസ്വ എത്തിയിട്ട് നമുക്ക് കാണാം. വീണ്ടും ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും ഞം മേടിക്കാൻ വന്നിരിക്കുന്നു. നമ്മൾ നിസ്വ എത്തി. പക്ഷെ നമ്മൾ നിസ്വ ടൗണിക്കല്ല അല്ലേ? ഷോ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലേ? അവിടെ ഒരാൾ കിൻഡർ ജോയ് കണ്ടിട്ട് സ്റ്റക്കായി. അതായത് അലുക്കുന്നതിന് മുന്നേ തിന്നണം, പിന്നെ വെള്ളം പോലെ ആവും. അതെങ്കിലും ഒരു ഇതാക്ക്. ഞാനും ഫ്രണ്ട്സും ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നിസ്വ എത്തി. വണ്ടി കുറച്ച് നേരം ഓഫാക്കിയിട്ടത്. നല്ല ചൂടെന്ന് വെച്ചാൽ അടിപൊളി ചൂട്. നിസ്വന്ന് ഇറങ്ങി. നല്ല നല്ല രസമുണ്ട്. അതെ അതെ, ഫേസ് ഇവിടെ എൻജോയ് ചെയ്യുന്നു. നമ്മൾ ദുബായ് ഹത്തയിലോട്ട് പോവുകയാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ രാത്രിയാകും ഇൻഷാ അല്ലാഹ്. ലോങ് വീഡിയോ ആയിട്ടുണ്ടാവൂലേ ഇപ്പൊ? എത്രയും കുറച്ചെടുത്തല്ലോ. യെസ്, ഫുൾ നംനമാണ് ഗൈസ്. ബിക്കോസ് നമുക്ക് അത്രയും നേരം പിടിച്ചു നിർത്തണമല്ലോ നമ്മളെ വിശപ്പിൽ. മുട്ട കഴിക്കുന്നുണ്ട്, ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. ഓ വാവ്, ഉദൈബി. ഫേസ് വെള്ളം കുടിക്കുന്നു. ഞാൻ ലൈസ് നമ്മളും. നമ്മൾ ചായ കുടിച്ചിട്ടില്ലല്ലോ. ടീ ടൈം അല്ല, അത് വേറെ ഏതോ ഒരു ടീ ടൈം അല്ല. ടീ ടൈം പോലത്തെ ഒരു സംഭവം. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പറയിൽ വന്നിരിക്കണേ. ഏതോ ഒരു സ്ഥലത്ത്, സ്ഥലമൊന്നും അറിയില്ല. വൈകുന്നേരമായി. അപ്പോ നല്ല ചൂടുണ്ട്. നമ്മൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ വീഴോ? ഇവിടെ എന്താ ഇങ്ങനെ ചൂട്? ഇത്രയും നം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ വിശപ്പ് തീരുന്നുണ്ടായിക്കില്ല. ഈവനിങ് ആയതുകൊണ്ട് ചായ കുടിക്കാനുള്ള ഇതേനു. നമ്മൾ ഹെവി ആയിട്ടൊന്നും അത്ര ഓർഡർ ചെയ്തില്ല. ജസ്റ്റ് ചായയും ക്ലബ് സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. നമ്മളിനി 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അതാണ്ട് പോകാൻ പിടിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളിനി സ്ട്രെയിറ്റ് ടു ഹത്തയിലോട്ട് പോവുകയാണ്. സൺസെറ്റ് ടു ദുബായ്. എത്രയുണ്ട്? ഇനി 300 കിലോമീറ്റർ ഉണ്ട്. ടൈം 3 hours ഹത്തയിലെത്തും ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ദുബായിലേക്ക് കടക്കുകയാണ്. നീണ്ട ഒരാഴ്ച ഇടവേളക്ക് ശേഷം, വെക്കേഷന് ശേഷം. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ അല്ലൈൻ വഴിയല്ല പോണത്, ഹത്ത വഴിയാണ്. അല്ലൈൻ വഴി ഫുൾ ബോറടിയാണ്, ഫുൾ മരുഭൂമി. അതന്നെ, ഇതാവുമ്പോ കുറച്ച് കാണാനൊരു സുഖമുണ്ട്, ബോറടി ഒന്നുമില്ല. അതുകൊണ്ടാണ്. യെസ്. ഓ KFC.
2 കൂരാട്ടുകാരുണ്ട് കണ്ടിരിക്കുന്നു. അതെ അതെ, കൂരാട്ടുകാര് ഫാൻസ് നമ്മളെ ഇതാക്കുവോ? ഫർസിക ക്രോസിംഗ് ഉണ്ടാവും. നമ്മളിനി റെസ്റ്റ് നിർത്തുന്നുണ്ടല്ലോ, ഒറ്റ സ്ട്രെച്ചിന് പോകുന്നല്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറിയിരിക്കുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ ഒന്നും കാണാൻ പറ്റില്ല. യെസ്, ബിക്കോസ് നല്ല മഴയായിരുന്നു. എന്താ ട്രാഫിക്കാ? ഓക്കേ, ഇതെന്താണിത്? പേരും ട്രാഫിക്കാണല്ലോ. അപ്പൊ 3 മണിക്കൂറാണ്ട് നമ്മളെത്തൂല. അപ്പൊ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണോ ട്രാഫിക്? ഇനി എത്രയുണ്ട്? ബോർഡർക്ക് 143 കിലോമീറ്റർ. നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ റഷ്യ ഉറങ്ങി. പിന്നെ എണീക്കുന്നത് രാത്രി എപ്പോഴാണ്? നമുക്ക് ദുബായിൽ പെട്രോൾ വില കൂടുതലല്ലേ, ഫുള്ളാക്കിട്ട് പോവാം. ഓക്കേ, കാരണം ഒരു ഘട്ടം കഴിഞ്ഞു. അവിടെ തുമ്പേക്കാൾ താട്ടിക്ക് എത്തും. ഒരു ഘട്ടം കഴിഞ്ഞുള്ളൂ. 4 കിലോമീറ്റർ നമ്മളെന്താ വിചാരിച്ചു? ഇനി എത്രയുണ്ട്? മണിക്കൂർ കഴിയാണ്. നമ്മള് ലാസ്റ്റ് പെട്രോൾ അടിച്ചത് 6:30 ഒക്കെയാണ്. ആ 7:30 2 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു ഗൈസ്, ബട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. എക്സ്പ്രസ് ഹൈവേ വേറെ പോലും കാണില്ല. ഇനി എത്രയുണ്ട് അർസിക? ഇനി വെറും അത്തേലേക്ക് 118 കിലോമീറ്റർ. ഒന്ന് ഇറങ്ങിയേക്കാം. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടി 1.5 മണിക്കൂർ. അവിടെ ഒന്നും ഇല്ലേ? ഇനി 1.5 മണിക്കൂർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇരുന്ന് പിന്നെ പെട്ടെന്ന് അന്ന് ബോർഡർ ആയിട്ട് പെട്ടെന്ന് എത്തിയായിരുന്നു. റോഡുകൾ അറിയുന്നോണ്ട് ഒരു പ്രശ്നം അറിയുന്നോണ്ടല്ല. 1300 കിലോമീറ്റർ പോയെന്ന് കഴിഞ്ഞ് 150 പോകാൻ പടി. 1300 പിന്നെ അതുമല്ല, കുറച്ചൊക്കെ തന്നെ പോകുമ്പോ മലീകത്തും. അപ്പൊ നമുക്ക് പ്രതീക്ഷ എത്തിയാ ഇത്രയും ദൂരം വന്നിട്ട് ദുബായ് ബോർഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഒരു സമാധാനം കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ ബോർഡറിന്റെ തൊട്ട് മുന്നത്തെ പമ്പില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മസ്കറ്റിൽ വന്നപ്പോൾ ഈ പമ്പിൽ തന്നെ കയറിയത്. നമ്മൾ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഹത്തെത്താനായി. നമ്മൾ ഹത്തെത്താനായി. ഇതിന് എത്ര കിലോമീറ്റർ ഉണ്ട്? 150 കിലോമീറ്റർ ദുബായ്ക്ക്. ഹത്തൊക്കെ എത്ര? 50 40 30. നല്ല ചൂട് കാറ്റ്. എല്ലാം ദുബായ് വണ്ടി, മൊത്തത്തിൽ ദുബായ് വണ്ടി. നമ്മുടെ കാറും എല്ലായിടത്തും ദുബായ് വണ്ടി. നമ്മൾ ദുബായ് എത്തിയിരിക്കുന്നു. അല്ല, ബോർഡർ എത്തിയിരിക്കുന്നു. പേരും ബ്ലോക്കാണ്. ട്രക്കിന്റെ വഴി നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് അവരുടെ ചെക്കിംഗ് അങ്ങനെ നമ്മൾ ബോർഡർ, മലകൾ താണ്ടി താണ്ടി നമ്മൾ ബോർഡർ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബോർഡർ ആഫ്റ്റർ 1 വീക്ക് തിരിച്ച് ഉണക്കമീൻ്റെ മണമായിട്ടാണ്. അങ്ങനെ ബോർഡറിൽ നല്ല തിരക്കേനു. അവിടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിയാൻ വേണ്ടി 1 മണിക്കൂറാണ് നമുക്കെടുത്തത്.
ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ദുബായ് എത്തിയിരിക്കുന്നു. ദുബായ് നമ്മളിപ്പോ ബോർഡർ, അതെ അതെ, ബോർഡറില് നല്ല തിരക്കുണ്ടേനു. ബോർഡറിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അത്രക്കും തിരക്കുണ്ടേനു അല്ലേ? യെസ്, കാരണം വെക്കേഷനൊക്കെ കഴിഞ്ഞ എല്ലാവരും കൂടെ ദുബായിൽ കയറി. അപ്പോൾ അവിടെ കുറേ ടൈം പോയി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടല്ലേ സാധനം. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ട സാധനം കാണിച്ചുതരാം. ഫേസ് ഇവന്റെ പണി തുടങ്ങി. നമ്മളവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ വന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വേഗം ഫുഡ് വന്നുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിച്ചു. നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പറ്റിയില്ല നം വാങ്ങാൻ വേണ്ടിയിട്ട്. സോ നല്ല വിശപ്പുണ്ടായിരുന്നു നമുക്ക്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒമാനെ പറ്റിയിട്ട്? സാലഡ് വന്നപ്പോ കാണീനു. അതന്നെ How was your Salalah trip? ഫിനിഷോ? നമ്മൾ കിസൈസ് എത്തിയിരിക്കുന്നു. ഇവരെ റൂമെത്തി. ഇവരങ്ങനെ ലോങ് 1 വീക്കിന് ശേഷം നമുക്കിനി അജ്മാൻ പോവാനുണ്ട് ഗൈസ്. അജ്മാൻ. ബൈ ഗൈസ്. ഇനി അടുത്ത ട്രിപ്പ് എപ്പോഴാ? ഇൻഷാല്ലാ. ദുരന്തത്തിൽ ബാക്കിയായത് നിങ്ങൾക്ക് ഇവിടെ കിടക്കായിരുന്നു. അതെ, ഉച്ചക്ക് പോകാൻ പറ്റുള്ളൂ. ബൈ പറയൂ. ബൈ. വലൈക്കും സലാം. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമെത്തി. അപ്പോൾ അടുത്ത വ്ലോഗുമായി വീണ്ടും കാണാം. ബൈ.